റിട്ടയർഡ് DYSP ഗിൽബർട്ട് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. അത് ഞാൻ അന്ന് കുഴൽമന്ന് CA ആയിരിക്കുമ്പോഴാണ് ഒരു പൊങ്ങച്ചമ്പറയല്ല, എനിക്ക് പാലക്കാട് നിന്ന് ഒരുപാട് കേസുകൾ ഡിക്റ്റേറ്റ് ചെയ്തെന്നുള്ളൊരു പേരുണ്ടായിരുന്നു. ഒരു ഡാമിനകത്ത് 12 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് കാര്യം ഇവനൊരു പെർവർട്ടഡ് സെക്സുകാരൻ. അന്ന് ഈ സംഭവം നടക്കുന്നതിൻ്റെ അന്ന് ഉച്ചയോടുകൂടി ഇവൻ ഇവിടെ വന്നിരുന്നു, ഷാപ്പിൽ വന്നിട്ട് അന്ന് 20 രൂപയ്ക്ക് കള്ളു കുടിച്ചു. അങ്ങനെ അമ്മ ഒരു ഉച്ചയോടുകൂടി മോളെ ഒരുക്കി വിട്ടതാണ്. അപ്പോൾ എൻ്റെ മോക്ക് ഞാൻ 20 രൂപ ഇതിൽ വെച്ചിട്ടാണ് കൊടുത്തയച്ചതെന്നാണ്. 20 രൂപ നോട്ട് സ്ട്രൈക്ക് ചെയ്തു. പക്ഷെ ഈ മെയിൻ ആൾ ഇവനല്ല ആദ്യം പിടിച്ചുകൊണ്ട് പോയത്, റേപ്പ് ചെയ്തത് ഇവനല്ല. പട്ടാളക്കാരന് കിട്ടാതിരുന്നെങ്കിൽ ഇവനാണ് ഒന്നാം പറഞ്ഞു. അപ്പൊ അമ്മ ഇട്ടിട്ട് പോയപ്പോഴാണ് ഇവൻ കൂടെ വന്നിട്ട് നോക്കിയപ്പോൾ സ്ത്രീകൾ വരെ ചാടി വരുന്നു അടിക്കാൻ. നമസ്കാരം. ഇനി നമുക്ക് അല്പം പോലീസ് കഥകൾ കേട്ടാലോ. ഇന്ന് പോലീസ് കഥകളിൽ അതിഥിയായെത്തുന്നത് റിട്ടയർഡ് DYSP ഗിൽബർട്ട് മണി സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ ഈഗിളൈ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരും സാറിനെ കാണുന്നതാണ്. കൗമുദിയിലടക്കം പല പ്രോഗ്രാമുകൾ ഞങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഈ പോലീസ് കഥകളുടെ ആദ്യത്തെ എപ്പിസോഡ് സാറിനെ കൊണ്ട് തന്നെ വേണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. എന്തായാലും ബാക്ക് മീഡിയയ്ക്ക് ഒരു അഭിമുഖം തന്നതിന് നന്ദി. സാറിൻ്റെ അന്വേഷണ ജീവിതത്തിൽ അല്ലെങ്കിൽ പോലീസ് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു പോലീസ് കേസ് അങ്ങ് അന്വേഷിച്ച അല്ലെങ്കിൽ അങ്ങ് ടീമിലുണ്ടായിരുന്നൊരു കേസ് അതേതാണ്? അത് കുറ്റാന്വേഷണത്തിൽ ഒരു പ്രത്യേക താല്പര്യം എനിക്കുണ്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ്. പിന്നെ ഞാൻ പാലക്കാട് ജോലി ചെയ്യുമ്പോൾ തൃശ്ശൂർ SP എൻ്റെ പേര് DGPക്ക് കൊടുത്ത് അവിടെ കൊണ്ടുപോയതാണ്. കാര്യം പാലക്കാട് വെച്ച് ഒരുപാട് കേസ് തെളിയിച്ചു എന്നുള്ള കാരണം പറഞ്ഞു. അപ്പോൾ കുറ്റാന്വേഷണത്തിൽ താല്പര്യം കാണിക്കുന്നെന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് പ്രത്യേകം ഉള്ളതാണ്. അത് ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. കാരണം ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറ്റാന്വേഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോവുക, രാത്രി ഉറക്കം കഴിഞ്ഞ് അതിൻ്റെ പുറകെ നടക്കുക, അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ എല്ലാവരും താല്പര്യം കാണിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷണം പോയെന്ന് പറഞ്ഞാലും ചെന്ന് FIR എടുക്കാൻ പറഞ്ഞിട്ട് പറയും, നിൻ്റെ സാധനം നീ സൂക്ഷിക്കാതെ പോയതിനെന്ത് ഞാനെന്ത് ചെയ്യാനെന്ന് ചോദിക്കുന്ന ഓഫീസർമാരും ഉള്ളത് നമുക്കറിയാം. അപ്പം നമ്മളങ്ങനെയല്ല ചെയ്യും. എന്തെങ്കിലും ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ, ഒരു തെഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോഷിച്ച ആളെ പിടിക്കണം എന്നൊരു തീരുമാനം അത് കേട്ട ഉടനെ നമ്മളെടുക്കും. അപ്പോൾ അതിൻ്റെ പുറകെ എത്ര സ്ട്രെയിൻ എടുക്കാനും നമ്മൾ മടിക്കില്ല. അപ്പോൾ അതിനെ പറ്റിയ ഒരു ടീം ഉണ്ടാക്കിയെടുത്തിട്ടാണ്, ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ ഞാൻ SI ആയിരിക്കുമ്പം പാലക്കാട് നടന്ന ഒരു മർഡർ കേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ പ്രൊമോഷൻ, ആ സംഭവം നടക്കുമ്പോൾ ഞാൻ SI ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടി പാലക്കാട് ചെല്ലുമ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞു. അതായത് ഒരു വീട്ടിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. പുറത്തുനിന്ന് ആരോ വന്ന് കത്തിച്ചിട്ട് പോയി. അപ്പോൾ ഇത് MLA ആയിരുന്ന, അവിടുത്തെ MLA ആയിരുന്ന AB ഗോപിനാഥിൻ്റെ വീട്ടിനടുത്തുമാണ്. അപ്പോൾ അതൊരു സെൻസേഷനായി. അപ്പോൾ MLAയുടെ താല്പര്യം നോക്കുകയും വേണം. അതുകൊണ്ട് SP അടക്കമുള്ളവർ അവിടെ വന്ന് സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തിയിട്ട് കേസ് 3 മാസമായിട്ടും തെളിയിക്കാൻ പറ്റിയില്ല. വീട്ടിൽ വന്ന ഒരു പാവപ്പെട്ട വീടാണ്, ഒരു കുടിൽ പോലത്തെ. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞാൻ പ്രൊമോഷൻ കിട്ടി. ഞാൻ പാലക്കാട് ചെന്ന കുഴൽമന്ന് ചെന്ന്. അപ്പോൾ എനിക്ക് അന്വേഷിക്കാൻ തന്നത്, ഈ കേസ് ട്രാൻസ്ഫർ ചെയ്ത് എനിക്കാണ് തന്നത്. അപ്പോൾ ഞാനത് വായിച്ചു നോക്കി. അപ്പോൾ 6 കേസ് ഫയലുള്ളതിൽ ഒരു കേസ് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു SP ഒക്കെ വന്ന് അന്വേഷിച്ച കേസാണെന്ന് പോലീസുകാർ പറഞ്ഞുകൊണ്ട് എന്തായാലും അതിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കുറ്റാന്വേഷണത്തിന് മുമ്പം യൂണിഫോം ഇട്ട് വലിയ ഗമ കാണിച്ചൊന്നും നിൽക്കില്ല. ഞാൻ ആളിൻ്റെ ഇടയിൽ അങ്ങ് പോയി അവരുടെ പൾസ് അറിഞ്ഞ് അങ്ങനെയാണ് ഞാൻ കേസിൻ്റെ കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഞാനത് ഈ വായിച്ചപ്പോൾ എനിക്ക് തോന്നി പാവപ്പെട്ട ആളുകളാണ്. അപ്പോൾ നമ്മൾ ചെന്ന് ജാട കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ പോകേണ്ട രീതി എങ്ങനെയെന്ന് ആ കേസ് ഫയൽ വായിച്ചു നോക്കിയിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു കുടിൽ. അപ്പോൾ ആ കുടിൽ ഒരു കട്ടിൽ കോലായിൽ ഇട്ടിട്ടുണ്ട്. കോലായിൽ തറയുന്ന ഇത്തിരി പൊങ്ങിയാണ് കോലായിൽ കിടന്ന സ്ത്രീയെ തൊട്ടടുത്ത് മകള് കിടക്കും, ഇവിടെ പായ വിരിച്ച്. അതിനടുത്തായിട്ട് സഹോദരൻ്റെ മകൻ ഒരു 14 വയസ്സുകാരൻ കിടക്കും. അങ്ങനെയാണ് പതിവായിട്ട് കിടക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിലും മകളും കൂടെ ചിലപ്പം കട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കട്ടിലൊന്നുമല്ല, പാവങ്ങളെ കട്ടിലാണ്, ഈ കയറ് പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. മകളും കൂടെ അവിടെ കിടക്കും. അപ്പോൾ കിടന്നപ്പോൾ രാത്രിയായപ്പോൾ ഈ സ്ത്രീ മോനെ വിളിക്കുന്നു, മോനേടാ
നീ ആ വിളക്കൊന്ന് കത്തിക്കേ, എൻ്റെ ദേഹത്ത് എന്തോ വെള്ളം എന്തോ വീണെന്ന് തോന്നി. ഇവനോട് വിളക്ക് കത്തിക്കാൻ പറഞ്ഞു. ഇവനിങ്ങനെ എടുത്ത് വിളക്ക് കത്തിക്കുന്നത് കൂടാതെ അവിടെ ഒരു അരക്കിലാം കത്തിച്ച് വെച്ചിരുന്നു, തിരി താഴ്ത്തി വെച്ചിരുന്നു. ഇവന് വേണമെങ്കിൽ അത് കത്തിച്ചാലും തിരി പൊക്കിയാലും മതിയായിരുന്നു. ഇവനത് തിരി കത്തിച്ചത് വിളക്കിൽ കത്തിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീ വിളിച്ച് പറഞ്ഞു, ഇതാ ആരോ ഓടുന്നെന്ന് തോന്നുന്നു. എഫ്ഐആറിൽ ഈ സ്ത്രീ പറയുന്നു, ആരോ ഓടി, എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ട് ആരോ ഓടി, ഇതാണ് എഫ്ഐആറിൽ. അപ്പോൾ അത് കണക്കാക്കി, അപ്പോൾ ഇവർ കത്തി ഇവർ ചാടി എണീറ്റ് മക്കളെല്ലാം കൂടെ 2 പിള്ളേരെ കൂടെ എടുത്ത് ഇവർ അവിടുത്തെ തീ കട്ടൽ കൂടുതൽ കത്തി വീട് കത്താതിരിക്കേണ്ട അത് അടച്ചോണം. ഈ സ്ത്രീ ഓടിച്ചെന്ന് തൊട്ടടുത്ത കിണറ്റിൻ്റെ കരയിൽ ചെന്ന് അവിടെ ശകലം വെള്ളമായിരുന്ന ദേഹത്ത് ഒഴിച്ചു. അവരിങ്ങനെ നിന്ന് കത്തുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അടുത്ത വീട്ടിലെ ആളുകളൊക്കെ കൂടുതലൊക്കെ അടുത്ത ആളുകൾ അവരെല്ലാവരും കൂടെ ഓടി വന്നപ്പോൾ ഈ സ്ത്രീ നിന്ന് കത്തുകയാണ്. പിന്നെ അവരെല്ലാം കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഇവരെ വസ്ത്രമെല്ലാം കത്തി അവരിങ്ങനെ ഒരു വല്ലാത്ത സ്റ്റേജിലായി. പിന്നെ അവർ ഒരു വാഴയില വെട്ടിക്കിട്ടുവന്ന് അതിൽ കിടത്തിയിട്ട് ഒരു ജീപ്പ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പോയപ്പോൾ അവരുടെ മൊഴി ഇതാണ്, ഞാൻ കിടന്നപ്പോൾ ആരോ എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു. ഞാൻ വെള്ളം ഒഴിച്ച് തപ്പി നോക്കുന്നതിന് മുമ്പ് ആ സൈഡിൽ കൂടെ ഒരാൾ ഓടിപ്പോയി. അത് തീ കത്തിയതിൽ കൂടെ അവർ കണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതാണ് എഫ്ഐ മൊഴി വെച്ചത്. കത്തിച്ചതാരാ? തീ ഇട്ടിട്ട് ഓടി എന്നാണ് ആ സ്ത്രീയുടെ മൊഴി. ഇത് വെച്ചിട്ടാണ് പോലീസ് അന്വേഷിക്കുന്നത്. അപ്പോൾ പോലീസ് അന്വേഷിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഇത്തിരി പെശകാണ്, സ്വഭാവം നല്ല സ്വഭാവമല്ല. അപ്പോൾ ഈ മകളെ ഈ പയ്യൻ്റെ ചേട്ടനെ കൊണ്ട് കെട്ടിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവരെ സ്ത്രീ അത്ര നല്ല സ്വഭാവം അല്ലാത്തതുകൊണ്ട് കൂട്ടിന് ഇവനെ കൊണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ, കുറേ ദൂരെയുള്ളതാണ്. അപ്പോൾ അവരെ സേഫ്റ്റിക്ക് വേണ്ടി നിർത്തിക്കുകയാണ്. അപ്പോൾ ഇവനുള്ളതുകൊണ്ട് വേറെ വെളിയിൽ നിന്ന് ആളുകളൊന്നും അങ്ങനെ വരാറില്ല. പക്ഷേ ഇവരുടെ മുൻകാലം ഇത് വെച്ചിട്ട് ആളുകൾ വിചാരിക്കുന്നത് എന്തറിയോ, വേറെ ആരോ വന്നപ്പോൾ അവർ വന്നാണ് ചെയ്തതെന്നുള്ളത്. അത് മാത്രമല്ല, അവിടെ ഒരാൾ വരുന്നതിന് അയാളെ മകൻ ഇയാളെ വരട്ടിയിട്ടുണ്ട്. അയാളെ വരട്ടുകയും ചെയ്ത് മാത്രമല്ല, ഈ സ്ത്രീയെയും വഴിയിൽ വെച്ച് വരട്ടിയിട്ടുണ്ട്. ഇനി മേലാൽ എൻ്റെ അച്ഛനെ അവിടെ വിളിച്ചിട്ട് കയറ്റുകയാണെങ്കിൽ നിന്നെ തീ വെച്ച് കൊന്നളയെന്നുള്ളത് എന്നൊരു ഡയലോഗ് അവൻ പണ്ട് പറഞ്ഞിരുന്നത്. അതിപ്പോൾ കുരുക്കായി. അപ്പോൾ അങ്ങനെ അവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ശരിയായിട്ട് എല്ലാവരും ചോദിച്ചു. അതുമാത്രമല്ലാതെ ഇതുപോലെ വെളിയിൽ നിന്ന് ജോഡിയായിട്ട് ആളുകൾ വന്നാലും ഈ സ്ത്രീ സൗകര്യം ചെയ്ത് കൊടുക്കും മുറിക്കകത്ത്. പിള്ളേരൊക്കെ വെളിയിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവർ മാത്രമല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത്തിരി സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ പാവങ്ങളാണ്, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ചെയ്യുന്നതല്ലേ, നമുക്ക് അതിനകത്ത് അവർ കുറ്റം പറയാനും പറ്റും. അപ്പോൾ അങ്ങനെ പാവപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് ആരും അങ്ങനെ എതിർപ്പൊന്നും പറയാറില്ല. പക്ഷെ അടുത്തുള്ളവരൊക്കെ എതിർക്കുന്നുണ്ട്, പേടിച്ചൊക്കെയാണ് ചെയ്യുന്നത്, പൈസയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ചെന്ന് ഫയലൊക്കെ വായിച്ച് നോക്കിയപ്പോൾ ഇവർ ചോദിക്കാനുള്ള ആളുകളെല്ലാം ചോദിച്ചു കഴിഞ്ഞു. പാലക്കാട് ഉള്ള ആ ഏരിയയിലുള്ള ഒരുമാതിരിപ്പെട്ട ആണുങ്ങളെയും ചോദിക്കാമെന്നുള്ള ഒരു സംശയമൊക്കെ ഉള്ളവരും കള്ളന്മാരും എല്ലാവരെയും ചോദിച്ചു. ഒരാളെയും ചോദിക്കാനില്ല. അപ്പോൾ എനിക്കിനി അന്വേഷണം നടത്തണമെങ്കിൽ ഈ നേരത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്ന CI പറഞ്ഞ കണക്കിനെ പോകാനും ഒക്കെയുള്ളൂ. ഇങ്ങനെ ഒരുത്തരം സംശയം ഉണ്ടായിരുന്നു, അവനെ ഇപ്പോൾ ഇല്ല എന്നാണ് അവൻ പറയുന്നത് എന്നൊക്കെ പറയുന്ന കണക്കിനാണ് ഞാൻ പോകേണ്ടത്. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. ഞാൻ CD ഫയൽ വായിച്ചിട്ട് അതിനകത്തൊരു മിസ്സിങ് പോയിൻ്റ് ഉണ്ടായിരുന്നു. ഈ മരുമകൻ എന്ന് പറഞ്ഞ 14 വയസ്സുകാരൻ ഇവരുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവന് ഈ തീ അണയ്ക്കുന്ന കൂട്ടത്തിൽ ഇവൻ്റെ കയ്യിൽ ചെറിയ പൊള്ളലുണ്ടായി. അപ്പോൾ ആശുപത്രി കൊണ്ടുപോയ കൂട്ടത്തിൽ ഇവനെ കൂടെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആശുപത്രിയിലായിരുന്നു. ഇവന് മുറിവ് പറ്റിയെന്നുള്ള നിലയിൽ ഇവൻ ആരും ചോദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയമാണ്, ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ആ പയ്യനെ പിടിച്ച് ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് അവന് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് സിറ്റുവേഷനൊക്കെ നോക്കി ആളുകളോട്ട് സംസാരിച്ചിട്ട് വന്നിട്ടാണ് ഇവനെ ഒന്ന് വരാൻ പറയാൻ പറഞ്ഞു. ഇവൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവൻ അനിയനും ചേട്ടനും കൂടെ വന്നു. എന്നിട്ട് കാര്യം ചോദിച്ചുകൊണ്ട് പോയി. ഈ ഫയലിൽ എഴുതിയിരിക്കുന്നത് ഞാൻ തീപ്പെട്ടി കത്തിച്ച് ഇങ്ങനെ ആകുന്നതിന് മുമ്പ് തീ കത്തിയെന്നാണ് ഇവൻ്റെ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു, എടാ നീ അടുത്ത് കിടക്കായിരുന്നില്ലേ? അമ്മായി എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞു, മോനെ വിളക്ക് കത്തിക്ക്, ആരോ എൻ്റെ ദേഹത്ത് എന്താ ഒഴിച്ചത്. ഞാൻ തീപ്പെട്ടി കത്തിച്ചില്ല. നേരത്തെ ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ, ഞാൻ കത്തിച്ചില്ല. അപ്പം അവിടെ ഒരു ചെറിയൊരു ഇത് വന്നു. കാര്യം അന്ന് വരെയുള്ള പോലീസ് ഓഫീസർമാരുടെ പറഞ്ഞു വിളക്ക് കത്തിച്ചു. അപ്പോഴാണ് അവിടെ നിന്ന് തീ വന്നതെന്ന് പറഞ്ഞാണെങ്കിൽ
ഞാൻ ചോദിച്ചോ പറയുന്നത് ഞാൻ വിളക്ക് കത്തിച്ചേ ഇല്ല. അപ്പം ഞാൻ ആ പോയിന്റ് കിട്ടിയതുകൊണ്ട് ഞാൻ അവനെ കൂടുതൽ ചോദിച്ചു. അപ്പോൾ ആ സിറ്റുവേഷനെല്ലാം പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കത്തിച്ചില്ല. അപ്പോൾ ഉടനെ ശരി നീ ഒരു കാര്യം ചെയ്യും, നീ 2 മിനിറ്റ് വെളിയിൽ നിൽക്കുക, നിൻ്റെ ചേട്ടനല്ലേ കൂടെ വന്ന, ചേട്ടൻ എന്ത് പറഞ്ഞത് നോക്കട്ടത്. അപ്പോൾ ചേട്ടനെ വിളിച്ച് ചോദിച്ചു. ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇവനെക്കാളും 2-3 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ, 18-19 വയസ്സൊക്കെ എന്തായാലും. അപ്പോൾ അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ അവൻ തീപ്പെട്ടി കത്തിച്ച് ഇങ്ങനെ നോക്കുന്നപ്പോഴാണ് അവിടെ നിന്ന് തീ കത്തിയത് എന്നാണ് പറഞ്ഞിട്ട്. ശരിയാണല്ലോ, ഇങ്ങനെയാണല്ലോ പറഞ്ഞിട്ട്, ആ നാട്ടുകാർക്ക് അറിയാമെന്നുള്ള ഇതാണ്. എൻ്റെ അടുത്ത് മാത്രം ഇവൻ പറയുന്നത് തീപ്പെട്ടി കത്തിച്ചേ ഇല്ല. അപ്പോൾ ആരാണ് കള്ളം പറയുന്നത്? ഒരെണ്ണം കൊണ്ട് പിടിച്ചോടാ, നീയാണോ കള്ളം പറയുന്നത്, ചേട്ടനാണോ കള്ളം പറയുന്നത്? 2 പേർക്കും അടി കിട്ടും. സത്യം ഒരാൾ പറയണം, എനിക്ക് ഒരു സത്യമാണ് വേണ്ടത്. അങ്ങനെ ഒരു ഭീഷണിയും കൂടെ ആയപ്പം ഇവൻ പറഞ്ഞു ഞാൻ തീപ്പെട്ടി കത്തിച്ച് തന്നെ ഇപ്പം സാറ് കൊണ്ടിട്ട് പേടിച്ച് കത്തിച്ചില്ല എന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞു. എന്നിട്ട് നടന്ന കാര്യം എന്തെന്ന് പറയും. അപ്പോഴാണ് അവൻ പറഞ്ഞു തുടങ്ങിയത്. അന്ന് രാത്രി ഇവരുടെ സ്വഭാവം മോശമെന്ന് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി പകൽ ഞാൻ വീട്ടിൽ പോയിട്ട് പോകുന്ന വഴിയിൽ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഒരു ക്യാൻ വാങ്ങിച്ചിട്ട് 1 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. സഞ്ചിക്കകത്തിട്ട് കൊണ്ടുവന്നു. വരുന്ന വഴി ഈ പെൺകുട്ടി സെയിൽസിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾ അവിടെ വഴിയിൽ നിന്നിട്ട് 2 പേരും കൂടി ഒരുമിച്ചാണ് വന്ന് വീട്ടിൽ വന്നിട്ട് ഇവൻ ഈ പെട്രോൾ ഒളിച്ചു വെച്ചിട്ട് വേറൊരു കൂട്ടുകാരനോടൊപ്പം സിനിമയ്ക്ക് പോയി. അപ്പോൾ ഒരു 9:10 മണിക്കാണ് വന്നത്. അപ്പോൾ വരുമ്പോൾ ഇവർ ഒരു ആടൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഗേറ്റ് തടി കൊണ്ട് അടിച്ചൊരു കയറിയിട്ടുണ്ട്, അതൊന്ന് പൂട്ടി വെച്ചേക്കും. അപ്പോൾ ഇപ്പം വരുന്നതുകൊണ്ട് വന്ന് ഗേറ്റ് വന്ന് വിളിച്ചോടനെ ഈ മോള് നിന്ന് ഗേറ്റ് പൂട്ട് തുറന്നു കൊടുത്തിട്ട് ഇവൻ വരികയും ചെയ്ത് ഈ പൂട്ടിയേക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ പോയി കിടക്കുകയും ചെയ്തു. ഇവൻ വന്നുടനെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ചോറ് വിളമ്പി വെച്ചിട്ട് കഴിച്ചോ. ചോറ് കഴിച്ചിട്ട് തിരിച്ച് വന്ന് ഇവൻ മണ്ണെണ്ണ ഈ പെട്രോൾ എടുത്ത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കവറിലൊഴിച്ചിട്ട് തലയ്ക്ക് വെച്ചിട്ട് ഇവൻ കിടക്കുകയായിരുന്നു. ഇവൻ കിടന്നിട്ട് അതിന് കാരണമുണ്ട്. ഇവൻ ഒരു സംഭവം കേട്ട്, എന്തിനാ അത് നീ കൊല്ലാൻ തീരുമാനിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരാളടുത്ത് ഈ സ്ത്രീ പറയുന്നുണ്ടായിരുന്നു അവൾ ഇപ്പം വിടാൻ പറ്റില്ല, അവൾ റിസൾട്ട്സ് കഴിയട്ടെ, അത് കഴിഞ്ഞ് ആദ്യം നിങ്ങൾക്ക് തന്നെ തരാം എന്ന് പറയുന്നത് ഇവൻ കേട്ട് മോളെ. അപ്പം അത് ഇവനെ അറിയാം, ഇവൻ്റെ ചേട്ടൻ കെട്ടാനുള്ള പെണ്ണാണ്. അപ്പോൾ ഇവിടെ കൊന്നാലേ പറ്റുള്ളൂ എന്ന് ഇവൻ്റെ മനസ്സ് തീരുമാനിച്ചത്. ഇതവർക്ക് ആരുടെ പറഞ്ഞിട്ട് 14 വയസ്സല്ലേ ഉള്ളൂ. 14 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആരും തീരുമാനിച്ചില്ല, വേറെ ആരും അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ സ്വയം ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഇവനാണ്. അപ്പോൾ അങ്ങനെ ആണ് ഇവൻ ഇതെടുത്തിട്ട് രാത്രി കിടന്നപ്പം സിനിമ കഴിഞ്ഞ് വന്ന് ചോറ് ചെന്നിട്ട് ഇവൻ ചെന്നിട്ട് ആ കൊളുത്ത് അങ്ങനെ പൂട്ടിയിട്ടില്ല, വെറുതെ കൊളുത്തി വെച്ചേ ഉള്ളൂ, ലോക്ക് ചെയ്തില്ല. അപ്പോൾ അതെന്തിനാണ് നിൻ്റെ കൂട്ടുകാരനെ കൂടെ വരുത്താനല്ലേ ചെയ്ത്? അല്ല അങ്ങനെ ആരും വന്നിട്ടുമില്ല. അതില്ലാതെ തൊട്ട് അടുത്തുള്ളവരൊക്കെ പറഞ്ഞ് വേറെ ആരെങ്കിലും വന്നെങ്കിൽ പട്ടി വരയ്ക്കുമായിരുന്നു, അവിടെയൊക്കെ നിറയെ പട്ടിയാണ്. അങ്ങനെ ആരും വന്നിട്ടില്ല, ഇല്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവൻ വന്ന് കിടക്കുകയും ചെയ്തു. ഒരു 11-12 മണിയായപ്പോൾ ഇവൻ ഈ പെട്രോൾ എടുത്ത് ഇവർ ദേഹത്ത് ഒഴിച്ചു. മോടി കിടക്കാൻ ഒഴിച്ചുടനെ അവരാദ്യം നനഞ്ഞതുപോലെ തോന്നി, വെള്ളം ഒഴിച്ചെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ ഇവർ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെ ഇവർ മോനെ വിളിച്ചു, മോനെ നീ വിളക്കൊന്ന് കത്തിക്ക്, എൻ്റെ ദേഹത്ത് ആരാ വെള്ളം ഒഴിച്ചത്. ഇവൻ തീപ്പെട്ടി കത്തിച്ച് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. ഇവൻ നിന്ന സൈഡല്ല, അപ്പർ സൈഡ് കത്തിച്ചു. അപ്പോൾ അവിടെ പെട്ടെന്ന് തീ പടർന്ന് പിടിച്ച്. ആ സ്ത്രീ നോക്കുമ്പം പുകയും ഒരു നിഴലിങ്ങനെ പോകുമ്പോൾ തോന്നി. വേറെ ആരും സംശയിക്കാൻ ഇല്ലല്ലോ അവർക്ക്. അപ്പോൾ ആരോ പോകുമ്പോലെ അവർക്ക് തോന്നി എന്ന് പറയുന്ന അങ്ങനെ ആണ് ഇവർക്ക് തോന്നിയത്. ആരോ പോകുന്നത് തോന്നി. ആ രാത്രിയിൽ ഇവരുടെ മകളെവിടെയായിരുന്നു? അതാണ് അതിനകത്തൊരു സംശയം ഞാൻ പിന്നെ പറഞ്ഞുതരാം. കാരണം ഇത് ഇവർ 2 പേരും കൂടെ ആലോചിച്ചാണ് കിടന്ന ഇതല്ലോ. അന്വേഷണമൊക്കെ വന്ന് ഇവന് കയ്യിൽ പൊള്ളലുണ്ട്, ആരും ചോദിച്ചിട്ടേ ഇല്ല എന്താണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നിനക്ക് മാത്രമേ അറിയാമെന്നുള്ളൂ. അപ്പോൾ ഇവനെ കൊണ്ട് എന്ന തെളിവൊക്കെ ശേഖരിക്കാൻ വേണ്ടി പെട്രോൾ വാങ്ങിച്ച് കടയൊക്കെ ഇതെടുത്ത്, ഇത് 6 മാസം കഴിഞ്ഞ സംഭവമാണ്, സാക്ഷികളൊക്കെ കിട്ടാനൊക്കെ പറ്റിയ പാടായിരുന്നു. എന്നാലും കണ്ടുപിടിച്ചു, അവർക്ക് അറിഞ്ഞൂടാ, എന്നാലും അവരോട്ട് പറയിച്ച് തന്നെ ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടനോട് ചോദിച്ചു പറഞ്ഞു,
ഇവൻ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഷർട്ടൊന്നും കൊണ്ടുവന്നില്ല. പക്ഷേ അവൾ പറയുന്നുണ്ട്, ആളുകൾ വന്നപ്പോൾ ഒരു സഞ്ചി ഉണ്ടായിരുന്നു കയ്യിൽ. അതെന്തിനാണ് നീ സഞ്ചി കൊണ്ടുവന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ പഴയൊരു ഷർട്ടാണ്. ചേട്ടൻ പറയുന്ന പഴയ ഷർട്ട് കൊണ്ടുവന്നിട്ടേ ഇല്ല. അപ്പോൾ അതും പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ചുരുക്കം ഇത് ചോദിച്ചു വന്നപ്പോൾ അവൻ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞെങ്കിലും ഇതിന് അന്വേഷണം നടത്തി പ്രതിയെ പിടിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ഇതായി. SP-ക്കും MLA-ക്കും എല്ലാവർക്കും വലിയ സന്തോഷമായി. കാര്യം ഇതുവരെ 6 മാസമായിട്ട് പിടിക്കാതിരുന്ന പ്രതിയല്ലേ, ഞാൻ വന്ന് 3 ദിവസമായില്ല. അപ്പം അത് എല്ലാവർക്കും വലിയ സന്തോഷമായി. അപ്പം അങ്ങനെ നിന്നപ്പോൾ ഈ പ്രതിയെ കാണാനൊക്കെ ഭയങ്കര ആളായിരുന്നു, ഭയങ്കര ആളും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരുമാതിരി തെളിവൊക്കെ ശേഖരിച്ച് ഇവനെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് വലിയ വാർത്തയൊക്കെ ആയിരുന്നു കോടതി കൊടുത്തു. പക്ഷെ ചാർജ് ചെയ്ത് കേസിൻ്റെ വിചാരണ വന്നപ്പോൾ ഇവനെ വെറുതെ വിട്ടു. കാരണം ഒരു സാക്ഷി പോലും ഇവനെതിരായിട്ട് പറയില്ല, എല്ലാം ബന്ധുക്കളായി. അന്ന് ഈ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞു, ഇവൻ്റെ ചേട്ടൻ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ പെണ്ണ് പോലും ഇവൻ അനുകൂലമായിട്ട്, പെണ്ണ് ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നു. അതിന് കാരണമുണ്ട്. ഈ ചാർജ് കൊടുത്തിട്ടാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. കാരണം ഇവളറിയാതെ നടക്കില്ല. എന്നും അമ്മയുടെ അടുത്ത് കിടക്കുന്ന അവൾ അന്ന് താഴെ കിടന്നു. മാത്രമല്ല ഇവനൊരു സഞ്ചി കൊണ്ടുവന്നത് കണ്ടവൾ. ഈ പോലീസ് വന്നിട്ടും ചോദിച്ചിട്ടും ഇവൻ സഞ്ചി കൊണ്ടുവന്ന കാര്യം ഒറ്റ മനുഷ്യടുത്ത് പറഞ്ഞില്ല. ഒരുപക്ഷെ അമ്മ തന്നെ വിൽക്കാൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് ആയിരിക്കാം. പക്ഷെ അവർ പെൺകുട്ടിയല്ലേ, ഒരു പരിധിയുണ്ട് ചോദിക്കാൻ. അതുകൊണ്ട് പെൺകുട്ടിയെ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തില്ല, ഈ പ്ലെയിനായിട്ട് ചോദിച്ചുള്ളൂ. ഏത് വർഷമായിരുന്നു ഇതൊരു 94-95 കാലത്താണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടിയെ ചോദ്യം ചെയ്തില്ല, വെറുതെ വിട്ടപ്പോൾ വിഷമം വന്നെന്ന് പറഞ്ഞാൽ ഇവളെ കൂടെ യഥാർത്ഥത്തിൽ പ്രതിയാക്കണമായിരുന്നു. യഥാർത്ഥത്തിൽ ഇവൾ അറിഞ്ഞിട്ടാണ്. കാരണം അന്ന് വരെ അമ്മയുടെ അടുത്ത് കിടന്നവൾ അന്ന് താഴെ കിടന്നു. മാത്രമല്ല തീ കത്തി അമ്മ നിലവിളിച്ചുകൊണ്ട് കിണറ്റിൻ്റെ കാര്യം പോയപ്പോൾ ഇവള് കൂടെ പോയില്ല. ഇവിടെ നിന്ന് തീ അണയ്ക്കണ ഇതിലായിരുന്നു, പരിപാടിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പല ഇതും നോക്കിയപ്പോഴും ഇവള് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. പക്ഷേ അതിലൊരു 15-കാരിയെ കേസിൽ പ്രതിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ സിറ്റുവേഷൻ അനുസരിച്ച് അത് എല്ലാവർക്കും അത് ഒരു മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാകും. അത് ചെയ്തില്ല എന്നുള്ളത്. പക്ഷേ കേസ് വെറുതെ വിട്ടു. അതിന് കാരണമുണ്ട്, ഇവരെല്ലാം ബന്ധുക്കളായി. സാഹചര്യ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇതവൻ പറഞ്ഞല്ലോ, ഇതാണ് നടന്നത്. നമുക്ക് തെളിവ് ശേഖരിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. അവൻ കുറ്റം ഏറ്റിട്ടുണ്ട്, അതിനുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചു. കാര്യം പെട്രോൾ വാങ്ങിച്ച കടയിലുണ്ട്. ഈ 3:30 മണിക്ക് ഇവനെ ഇവിടെ ഒരുമിച്ച് വരുന്ന കണ്ടുകൊണ്ട് സിനിമയ്ക്ക് പോയപ്പോൾ മറ്റവനോ സിനിമയ്ക്ക് പോയിട്ട് വന്ന് ഇവനത് പൂട്ടാതെ ഇട്ടിരുന്നത് ആളുകൾ വരട്ടെ, തീ അണയ്ക്കണമെങ്കിൽ ചിലപ്പോൾ വരട്ടെ എന്നുള്ള ആ ഉദ്ദേശത്തിൽ ആ ഒരു തെളിവുകളൊക്കെ ശേഖരിച്ച്. പക്ഷേ ഈ ആരെങ്കിലും ഒരാൾ പറയണ്ടേ, ഈ കോടതിക്ക് ശിക്ഷിക്കണമെങ്കിൽ ഒരാളെങ്കിലും പറയണം. മറ്റ് ശാസ്ത്രീയ തെളിവെന്ന് പറഞ്ഞാൽ അതിനൊന്നും ഉള്ള സാങ്കേതികമായിട്ടുള്ള അതൊന്നും ഇല്ല അവിടെ. ഈ 6 മാസം കഴിഞ്ഞുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ നോക്കില്ല, അവിടെ നിന്ന് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് ശരിയാണ്. 6 മാസത്തിന് ശേഷമാണല്ലോ 6 മാസത്തിന് ശേഷമാണ് ഞാൻ അന്വേഷിക്കാൻ ചെല്ലുന്നത്. അപ്പം ചെന്നിട്ട് ഞാൻ ശാസ്ത്രീയ തെളിവ് കണ്ടെത്താൻ വലിയ പാടാണ്. അപ്പോൾ അവൻ്റെ മൊഴിയിലുണ്ടായ ഒരു ചെറിയ വ്യത്യാസത്തിൽ പിടിച്ചു കയറിയതാണ്. അത് പറ്റിയെന്തെന്ന് പറഞ്ഞാൽ അന്ന് വരെ അന്വേഷിച്ച ഓഫീസർമാർക്ക് ഇത് കിട്ടിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അവർ പോയ ലൈൻ വേറെ, നമ്മൾ പോയ ലൈൻ, ഞാൻ പോയ എന്തായാലും ഇന്ന് ഒരു പക്ഷേ 94-92 എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അവർ ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടേക്കാം. ഈ പ്രതി എന്നാരോപിക്കപ്പെട്ട ആളും കോടതി വെറുതെ വിട്ട ആളും ആ പെൺകുട്ടിയും ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാകാം എവിടെയെങ്കിലും ഒക്കെ. ഉണ്ടുണ്ട്. ഞാനത് നേരത്തെ ഞാൻ യൂട്യൂബിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മയിലെന്നും തങ്ങി നിൽക്കുന്ന കാര്യം, അന്നത്തെ ആദ്യമായിട്ട് പ്രൊമോഷനായിട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് 3-ാമത്തെ ദിവസം ഇത്രയും സെൻസേഷനായിട്ടൊരു കേസ് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്ന് അത്രയും അപ്രീസിയേഷൻ കിട്ടിയതുകൊണ്ട് അത് മറക്കാൻ പറ്റില്ല. എന്തായാലും മറ്റൊരു പോലീസ് കഥയുമായി അടുത്ത അധ്യായത്തിൽ കാണാം.